ആദ്യം ചെയ്യുന്നത് വൈക്കോല്, അതായത് കറ്റപ്പുല്ല്, അത് ഉപയോഗിച്ച് കൊടുമുടി നിർമ്മിക്കും. അതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ നോക്കുക, ഉള്ളളവ് ആകങ്ങളും ചന്ദ്രക്കലയും. ശിവന്റെ രൂപമാണല്ലോ, അതുകൊണ്ട് ചന്ദ്രക്കല അങ്ങനത്തെ വസ്തുക്കളാണ് ഉപയോഗിക്കുക. ദൈവസങ്കല്പത്തിൽ ഒരുക്കി ചൈതന്യം നൽകിയ തിരുമുടി ശിരസിലേറ്റുമ്പോഴാണ് മനുഷ്യൻ ദൈവമാകുന്നത്. സർവലോകത്തിനും അനുഗ്രഹം ചൊരിയുന്ന കോടാനുകോടി ഭക്തരുടെ കൺകണ്ട ദൈവമായ ശ്രീമുത്തപ്പന്റെ തിരുമുടിയൊരുക്കുന്ന കാഴ്ചയാണിത്. പൂക്കളും നാഗവും ചന്ദ്രക്കലകളും ഒത്തുചേരുന്ന പൊന്നു തമ്പുരാന്റെ തിരുമുടി പിറക്കുന്ന കാഴ്ച. ആദ്യം ചെയ്യുന്നത് വൈക്കോല്, അതായത് കറ്റപ്പുല്ല്, അത് ഉപയോഗിച്ച് കൊടുമുടി നിർമ്മിക്കും. അതിനുശേഷം തുമ്പ, തുളസി, പിന്നെ പുഷ്പങ്ങൾ അതുകൊണ്ടൊക്കെ അലങ്കരിച്ച് അത് നല്ല ഭംഗി വരുത്തും. അതിനുശേഷം മലകെട്ടൽ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും. ചെക്കി, മല്ലിക, തുമ്പ, തുളസി, എപ്പോഴും അധികം ചെക്കിയും ഇതാണ്ടാവും. പറ്റാത്ത പുഷ്പങ്ങളും ഉണ്ട്, അത് കടലാസ് പൂ അങ്ങനത്തെ അതൊന്നും പറ്റില്ല. ചെമ്പകമാണ് പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമം. പണ്ട് അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ചെമ്പകം കിട്ടാതെ കൊണ്ട് ഞങ്ങളിതെല്ലാം വെച്ച് ചെയ്യുന്നുണ്ട്. അളവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ നോക്കുക, ഉള്ളളവ്. പിന്നെ ഹൈറ്റ് കുറഞ്ഞവരെ ആണെങ്കിൽ ഇത് കുറച്ചൊരു കൂടുതൽ ചെയ്യും. ഹൈറ്റ് ഒരുപാടുള്ളവരാണെങ്കിൽ ലേശൊരു മാറ്റം വരുത്തും, അല്ലാതെ വേറെ ഒന്നുമില്ല. എൻ്റെ കെട്ടാൻ ഉപയോഗിക്കുന്നത് ഒരു കുത്തോല, അത് വീട്ടിൽ വഞ്ചിയായിട്ട് മുടിയായിട്ട് ഉപയോഗിക്കും. കെട്ടാൻ ഉപയോഗിക്കുന്നത് കാന്തം, വലയിനകത്തിന് തിരിഞ്ഞെടുക്കുന്ന വസ്തു. നാഗങ്ങളും പുഷ്പത്തിന്റെ രൂപത്തിലുള്ള സാധനങ്ങൾ വെള്ളിയിൽ രൂപം ചെയ്തിട്ടാണ് ഇതിനകത്ത് ഉപയോഗിക്കുക. ഈ മുടീന്റെ പണി കഴിഞ്ഞതിന് ശേഷം അത് ഇതിന് ചാർത്തി ഭംഗി വരുത്തിക്കും. നാഗങ്ങളും ചന്ദ്രക്കലയും. ശിവന്റെ രൂപമാണല്ലോ, അതുകൊണ്ട് ചന്ദ്രക്കല അങ്ങനത്തെ വസ്തുക്കളാണ് ഉപയോഗിക്കുക. ഇനി തെക്കൻ സമ്പ്രദായത്തിൽ എന്തായാലും ഇവിടെ വെക്കുന്ന തന്നെയാണ്. വടക്കൻ സമ്പ്രദായത്തിൽ ആ കിട്ടുന്ന കല്ലാടി അവരെ വീട്ടിലേക്ക് എടുക്കുന്ന ചടങ്ങ്. അങ്ങോട്ടേക്ക് എപ്പോഴും ഇവിടെ കെട്ടാനാണ്. കെട്ടിയിട്ടില്ലെങ്കിൽ കെട്ടും ഇങ്ങോട്ടുള്ള ചടങ്ങിൽ. അങ്ങ് പയ്യന്നൊരു ഭാഗത്ത് പോയാൽ കിട്ടുന്ന കല്ലാടി അത് കൊണ്ടുപോകും. ഇത് തെക്കൻ സമ്പ്രദായം, വടക്കൻ സമ്പ്രദായം, രണ്ട് സമ്പ്രദായമാണ്.